ഗൈസ് വെൽക്കം, വണക്കം. ഡേ 2 എപ്പിസോഡ് 3 അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സവിശേഷതകൾ ഗുണ്ടിയടി, ചായയടി, ഉറക്കത്തിൻ്റെ അടി, പിന്നെ പരദൂഷണ കമ്മിറ്റികളുടെ തമ്മിലുള്ള ഒരു സംഭവം അടി. ഓവറോൾ ഞാൻ ബി ടീമിൻ്റെ അടുത്ത് ഈ ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ അടുത്ത സീസണിലെങ്കിലും നമുക്ക് സീരിയൽ താരങ്ങളുടെ എണ്ണം കുറച്ചുകൂടെ കൂട്ടണം. അത് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് നമുക്കൊരു ബിലയാക്കി മാറ്റണം. ബാലയുണ്ടല്ലോ, ബാലെ അട്ടഹസിക്കുന്നു, ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലത്തെ ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു. കാരണം ഞാൻ സത്യം പറയാലോ, ടു ബി ഫ്രാങ്ക്, ബിയുടെ ലൈവ് കുറച്ച് നേരം ഒന്ന് കണ്ടു. അസഹനീയമായതുകൊണ്ട് ഞാൻ ലൈവ് കണ്ടിട്ടില്ല. ഞാനിന്ന് എപ്പിസോഡ് കണ്ടു. എപ്പിസോഡിൻ്റെ ഈ ഒരു റിവ്യൂ എന്ന് പറയുന്ന പരിപാടി മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈവ് കണ്ടവർ ആത്മാർത്ഥമായിട്ട് അഭിപ്രായം പറയുക. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഗെയിം കളിച്ചു എന്ന് പറഞ്ഞ് തോന്നിയ ആൾക്കാരുടെ പേര് പറയുക. എനിക്ക് അത്യാവശ്യം കുറച്ചധികം ആൾക്കാർ ഇന്ന് ഗെയിമിനകത്ത് ഓണായതുപോലെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നി. ഇനി ലൈവിനകത്ത് അങ്ങനെ അല്ലായിരുന്നു എന്നൊന്നും അറിയത്തില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് ഞാൻ അക്ബറിനെയൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു. എപ്പിസോഡാണ് ശ്രദ്ധിച്ചു. അക്ബറൊക്കെ വ്യക്തമായ ലക്ഷ്യത്തിൽ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു അക്ബറൊന്നും അങ്ങ് ടോപ്പിലേക്ക് വരെയൊക്കെ പോകാനുള്ള സാധ്യത എനിക്ക് ഇപ്പോഴേ തോന്നുന്നു. എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ്. അത് ആവാതിരിക്കാം. പിന്നുള്ളൊരു ഒരു കുട്ടി എന്ന് വെച്ചാൽ റന ഫാത്തിമ, നോക്കി വച്ചേക്കണം. ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ ലെവൽ എന്നൊക്കെ പറഞ്ഞത് വേറൊരു തരത്തിലേക്കാണ്. പിന്നെ നമ്മുടെ ഷാനവാസും കുറേ അധികം പോകും. ഷാനവാസ് ശരിക്കും ഇവിടെ രാജാവാകാൻ വേണ്ടിയിട്ട് വന്നേക്കുന്ന ആളാണെന്ന് ഉറപ്പിക്കാം. പിന്നെ നമ്മുടെ അനീഷൊക്കെ വെറും പൊയ്മുഖമാണ്. അനീഷിൻ്റെ റിയൽ ക്യാരക്ടർ ഇതൊന്നുമല്ല. അനീഷിൻ്റെ റിയൽ ആയിട്ടുള്ളൊരു അതൊക്കെ നമുക്ക് നാളെ വീഡിയോ ഇട്ട് ചെയ്യാം. ആള് ഒരു എഴുത്ത്, സാഹിത്യം, ആ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരാളാണ്. അയാൾക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ലെവലിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള സാധനത്തിൽ കുറച്ചധികം കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നോക്കിക്കോ, ഇന്ന് അനുമോൾ കരഞ്ഞതിനെക്കാട്ട് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞേക്കാം. ഇതെൻ്റെ തോന്നലാട്ടോ. ചിലപ്പം ഇയാൾ ചിലപ്പം വേറെ അട്ടഹസിക്കുന്നു, രാജാവ് അട്ടഹസിക്കുന്നു, വീണ്ടും അട്ടഹസിക്കുന്നു, ശരിയല്ല അയക്കാം. എൻ്റെ ഒരു തോന്നലുകൾ എന്ന് മാത്രം പറഞ്ഞു. പിന്നെ അനുമോൾ ഇന്ന് കരയുന്നുണ്ട് ഈ എപ്പിസോഡിൽ. ഇനി ഒരിക്കലും കരയത്തില്ല. ഞാൻ വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്, ഞാനിവിടെ ഒന്നിട്ട് കരയത്തില്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കണം, കളി തമാശയായിട്ട് നിൽക്കണം, ഞാൻ അങ്ങനെ നിൽക്കാണ്ട് വന്നതെന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായിട്ട് പറയുന്നതായിട്ട് തോന്നിയാണെങ്കിൽ അനുമോൾ ഇനി അങ്ങോട്ട് കരച്ചിലായിരിക്കുമെന്നാണ് ഞാൻ മറ്റേ ജ്യോതിഷ പണ്ഡിതന്റെ പറയുന്ന പോലെ പറയുന്നതല്ല. എന്നാൽ ഞാൻ അടിവരയിട്ട് പറയാം, ഇനി അങ്ങോട്ട് അനുമോളുടെ കരച്ചിൽ ഒരുപാട് കാണേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. അനുമോൾ മിക്ക സമയങ്ങളിൽ കലങ്ങുന്നുണ്ട്, കണ്ണുനീരൊക്കെ കരങ്ങുന്നുണ്ട്. ഇന്നത്തെ ദിവസം കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. സോ നമുക്കൊന്നായിട്ട് നമുക്ക് ആ ഒരു പരിപാടികളൊക്കെ നോക്കാം. ഡേ 2 ആദ്യത്തെ തന്നെ നമ്മുടെ ഗുഡ് മോർണിംഗ് ഇഷ്യൂ ആണ്. സുപ്രഭാതം എന്ന് പുള്ളിക്കാരൻ മലയാള ഭാഷയിൽ പറയുന്നു. ഒരാൾ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ മറ്റേ ആൾ സുപ്രഭാതം പറയാൻ തെറ്റൊന്നുമില്ല. ഞാൻ മലയാള ഭാഷ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നത് ഇതൊക്കെ തള്ളാട്ടെ, ഇതൊക്കെ വെറും ഫേക്കാണ്. അനീഷ് നിൽക്കുന്നതൊക്കെ വൻ ഫേക്കായിട്ടാണ് അനീഷ് നിൽക്കുന്നത്. ഇപ്പോഴും പൊളിഞ്ഞിട്ടില്ല ആളൊരു തരത്തിൽ നിൽക്കുന്നുണ്ട്, കുറേ അധികം കാര്യങ്ങൾ. പക്ഷേ ആളുടെ ഒരു ആർദ്രത നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റേ പഴയ രതീഷിനെ പോലെയൊന്നും പുള്ളി ആവത്തില്ല. പുള്ളി അധികം കുറച്ച് പേരും പോവും, അത് ഉറപ്പിക്കാം നമുക്ക്. അനീഷിൻ്റെ ആയത് കുറച്ച് അധികം പോവും, കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ചെറിയ വെറുപ്പിയലുണ്ടെങ്കിലും ആൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. അതുപോലെ തന്നെ രാവിലെ ഈ ഇഷ്യൂ അനുമോളും നമ്മുടെ ബിന്നിയുമായിട്ടൊക്കെ ചെയ്ത. പിന്നെ ഒരു കാര്യം പറയണം, ഞാൻ തുടക്കത്തിൽ തന്നെ ഈ ഒരു ഇതിൻ്റെ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഈ ബിന്നി എന്ന് പറയുന്ന കുട്ടി എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ അവരുടെ സീരിയലൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ എടുത്തു പറയണം, പുള്ളിക്കാരത്തേക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പലതും ദൂരെ കൂടെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ഇത് ക്യാപ്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി കുറച്ചധികം ദിവസം ആ കുട്ടി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഞാനിതിപ്പോൾ പറഞ്ഞ് ഒരുമാതിരി ജ്യോത്സ്യന്മാർ പറയുമ്പോഴാണ് ഇന്ന മാസം ഇന്ന സംഭവിക്കുക. സോറി. ഇനി അടുത്ത അക്ബറും അനീഷിനെ അവർ തള്ളുന്നുണ്ട്, ഇങ്ങനെ പിടിച്ചു മാറ്റി. അത് ഇവിടെ നടക്കത്തൂല. അത് ഏത് ഭാഷയാണ്? കണ്ണൂർ കോഴിക്കോടാ? എന്തായാലും ഇവിടെ നടക്കത്തില്ല. എന്തൊരു ഭാഷ പറയുന്നുണ്ടായിരുന്നു. ആള് സരസനാണ്, ആള് മോശമായിട്ട് ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല. എങ്കിലും ഇത് വേറെ സീസണിലായിരുന്നെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂസൊക്കെ ആവും. തള്ളലും പിടിക്കലൊക്കെ അനീഷ് ആയതുകൊണ്ട് അത് ടച്ച് ചെയ്യരുത്, എൻ്റെ അടുത്തേക്ക് ടച്ച് ചെയ്ത് വരരുത് എനിക്ക് അപ്പോൾ ഓർമ്മ നമ്മുടെ റിയാസിനെയാണ്. സീസൺ 4 റിയാസിനെയാണ്. എന്താണ് പുള്ളിക്കാരൻ പറഞ്ഞ് മറന്നുപോയി, അത് ഓർക്ക് വെച്ചിരി ഒരായി സീസണിൻ്റെ മൊത്തം. അതുപോലെ പുള്ളിക്കാരൻ സ്റ്റേ അവേ അതുപോലെ തന്നെ സംഭവം പുള്ളിക്കാരനോട്ട് ചെറിയ തള്ളൽ പരിപാടി നടന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പാനി ശരത്ത്, സത്യം പറഞ്ഞാൽ അപ്പാനി ശരത്ത് ഞാൻ മനസ്സിലാക്കുന്നത് പുറത്ത് BGM ഇട്ട് പോവേണ്ട സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരാളെ പോലെയാണ്.
അപ്പാന് ശരത്ത് ഇവിടെ എനിക്ക് ബാക്കി എത്ര പേർക്ക് PR ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷെ അപ്പാന് ശരത്തിന് PR ഉണ്ടെന്ന് എനിക്ക് ഏതാണ്ടൊക്കെ ഉറപ്പാണ്. അപ്പാന് ശരത്തിൻ്റെ എന്ന് പറഞ്ഞ് വരുന്ന പോസ്റ്റുകളും കമൻറ്റുകളുടെ പല ഒരു ആർട്ടിഫിഷ്യാലിറ്റീസും പുള്ളിക്കാരന് വേണ്ടി ഇടതടവില്ലാതെ വരുന്ന സേവനങ്ങൾ പോലെ BGM വിട്ടിറങ്ങുന്ന സാധനങ്ങളും എല്ലാം കാണുന്ന സമയത്ത് സംശയിച്ചു പോകുന്നു പുള്ളിക്ക് ചിലപ്പോൾ PR ഉണ്ടോ എന്നുള്ള കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ പലതും ആർട്ടിഫിഷ്യാലിറ്റിയാണ്, വെറുപ്പീരാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ആൾ ആ സിനിമയ്ക്കകത്ത് കാണിച്ച ആ ഒരു തോട്ട പരിപാടി ഇവിടെ വന്ന് കാണിച്ച് ഇത് കണ്ട ഉടനെ മലയാളികളും കൈയടിക്കും എന്നൊക്കെ രീതി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത ചിന്തയായി പോയെന്നേ പറയാനുള്ളൂ. എന്തായാലും വെറുപ്പിക്കുന്നുണ്ട് അന്യായമായിട്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അട്ടഹാസം 4 ഓക്കെ. അതിനുശേഷം നമ്മുടെ പിന്നീടുള്ളതെന്ന് വെച്ചാൽ അനുമോളിൻ്റെ ഡോക്ടർ ഇഷ്യൂ ആണ്. അനുമോൾ ഡോക്ടർമാരൊക്കെ വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നുള്ളൊരു പരാമർശം നടത്തുന്ന ഷാനവാസ് പറയാത്ത കാര്യം മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞു. അതിൻ്റെ കാര്യം പറഞ്ഞിട്ട് പൊട്ടുന്ന അനുമോൾ പിന്നീട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നു. അതിനുശേഷം ഷാനവാസ് പോയി ഗാർഡനിൽ പോയി ആശ്വസിപ്പിക്കുന്നു. ഒരാൾ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ എന്തിനാണ് അതിനുടനെ നീ കരയാൻ വേണ്ടിയിട്ട് പോകുന്നത്? നീ അങ്ങോട്ട് പോകുമല്ലേ, ആ കുട്ടിയെ കരയിപ്പിച്ചിട്ട് അവർ പറയാത്ത ഒരു കാര്യം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞിട്ട്, അതും ഡോക്ടേഴ്സ് എന്നുള്ള പ്രൊഫഷണൽ ആൾക്കാരും അത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ബോധമുള്ള അനുമോളിന് അതൊരു വിഷമം തോന്നി. സ്വാഭാവികമായിട്ട് വിഷമം തോന്നും. കാരണം ഇത് പുറത്തേക്ക് പോകുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും, ഇതിൻ്റെ ഔട്ട് പോകുന്നത് എല്ലാം പോവുമോ, കുറച്ചേ പോവുള്ളൂ എന്നുള്ള തരത്തിലാണ്. അങ്ങനെ വരുമ്പോഴേക്കും അത് അവരെ ബാധിക്കും. ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇത് താങ്ങാൻ പറ്റുന്നതാവണമെന്നില്ല. അനുമോളൊരു മൃദുല മനസ്സുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അറിയത്തില്ല അതൊരു മുഖം മൂടിയാണോന്ന്. എങ്കിലും ചിലപ്പോൾ അത് ഔട്ട് നെഗറ്റീവായിട്ട് പോയി കഴിഞ്ഞാൽ എന്നുള്ള ഒരു ഭയം ആ കുട്ടിക്കുണ്ടായിരിക്കും. മേ ബി ഇവരൊക്കെ ആർട്ടിസ്റ്റുകളാണ്, ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് അഭിനയിച്ചും കളയും. അതും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എനിക്ക് ചില ആൾക്കാരൊക്കെ BB ഇറങ്ങി വന്നതിന് ശേഷം അവസാന നിമിഷം വരെയും ഞാൻ അവിടെ ഫേക്കായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനകത്ത് മറ്റുള്ളവർ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. കാരണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറ്റും ഇത്രയും ദിവസമൊക്കെ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു BBക്കകത്ത്, പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അനുമോൾ കരച്ചിലിൻ്റെ സംഭവം നടക്കുന്നു. കരച്ചിൽ പിന്നീട് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഈ ഷാനവാസൊക്കെ പോകുന്നു. ആ സമയത്ത് അക്ബർ ഞാൻ എപ്പോഴും ഈ ഷാനവാസിൻ്റെ വാലാണ് അക്ബർ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ ഒരു ചെറിയൊരു മൊമെൻറ്റിലേക്ക് തെറ്റി. കാരണം ഷാനവാസിനെ ആക്രമിച്ചുകൊണ്ട്, അഥവാ ആ ഷാനവാസിനെ തിരിച്ച് ചോദിച്ചുകൊണ്ട് നിങ്ങൾ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ അക്ബർ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് മനസ്സിലായി അക്ബറിന് വ്യക്തമായ ഗെയിം പ്ലാൻ ഉണ്ട്, സ്ട്രാറ്റജി ഉണ്ട്. ആരെങ്കിലുമൊക്കെ മുകളിലോട്ട് കയറി വരുന്നതിനെ അടിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്. വെറും പാവമൊന്നുമല്ല അക്ബർ ഒരു മാസ് തന്നെയാണ്. ചിലപ്പോൾ അത് വരുന്ന ദിവസങ്ങൾ കൂടുതൽ മാസമായിപ്പോൾ അളിയൻ്റെ ഡയലോഗ് ഡെലിവറിയൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ചനപര മഴ പെയ്യുന്നത് പോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നിർഗളമായിട്ട് വരുന്നു. ഇതാണ് നീണ്ട കഥ, എല്ലാ നീണ്ട കഥ എന്നൊക്കെ പറഞ്ഞ് എഴുതി പറയുന്നില്ല, അതുപോലെ ഇങ്ങ് വരുന്നു ആളിന്. പിന്നെ ആ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് പറയുന്നു, റീക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ നമ്മുടെ അനീഷിനെ കൊല വിളിക്കുന്നു. അനീഷിനെ അത് കണ്ട് ഇഷ്ടപ്പെടുത്തില്ലാത്ത രീതിയിൽ പോലെ പറയുന്നു. എല്ലാം അനീഷിൻ്റെ ചർച്ചകളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അനീഷ് മനഃപൂർവ്വമായിട്ട് ഇട്ട് കൊടുത്തതിൻ്റെ അകത്തേക്ക് ഇവർ ചെന്ന് ചർച്ച ചെയ്യുന്നു. അപ്പാന് ചേർത്ത് ടീമൊക്കെ അവിടെ കുടുംബ പരദൂഷണ ടീമായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഈ പുള്ളിക്കാരനെ കുറിച്ച് തന്നെ ചർച്ച. എന്തൊരു ഗതികേടെന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും സീസൺ കണ്ടിട്ട് പോയ ഒരാൾക്കാരുടെ അവസ്ഥയെ. ആ വ്യക്തി നമ്മുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, മറ്റേ മുൻഷിയിലെ രഞ്ജിത്ത്, പുള്ളി ഉപദേശിക്കുന്നുണ്ട് ഈ അപ്പാന് ശരത്തൊക്കെ എന്തൊക്കെ മണ്ടത്തര കാണിച്ചത്. അതിനുശേഷം നമ്മുടെ ഈ പണിപ്പൂര ടാസ്കിന്റെ അതിന് മുമ്പ് ഈ അപ്പാന് ശരത്ത് ഇന്നെ 2 പേര് എന്നൊക്കെ പറയുമ്പോഴേക്കും ബിഗ് ബോസ് വിളിച്ചു അതൊന്നും നടക്കത്തില്ല, നീയൊക്കെ എന്തോടെ കാണിക്കുന്നത്, ഇങ്ങനെയല്ല സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാന് ശരത്തിന്റെ പ്ലാനൊക്കെ പൊളിക്കുന്ന സമയത്ത് അപ്പാന് ശരത്തിന്റെ മുഖം മ്ലാനമായ മോന്ത കാണണം. ഇതിനെക്കാട്ടി രസമായിരുന്നു എൻ്റെ മോന്ത. ഓക്കെ, ആ ഒരു സംഭവം കാണണമായിരുന്നു. ബിഗ് ബോസ് അത് പൊളിച്ചായിരുന്നു. പിന്നെ അപ്പാനിയൻ ടീം നമ്മുടെ ഗിസേലിനെ ചൊറിയാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ ചൊറിഞ്ഞ് സെറ്റപ്പ് ആക്കണം എന്നൊക്കെ പറയും. എന്തൊരു സംഭവം കണ്ടന്റ് ഉണ്ടാക്കാനാണ് കേട്ടോ. ബാക്കിയുള്ള എല്ലാവരും ഓപ്പണായി, ഇവരിനി ഓപ്പൺ ആവാറുണ്ട്. ആ സമയത്ത് വഴക്കുണ്ടാവുന്നു. അതിനുശേഷം ഗുണ്ടി പരാമർശം, ഞാൻ ഗുണ്ടിയാണ്, ഞാൻ നിങ്ങളെപ്പോലെ ഒന്നല്ല. അപ്പോൾ പറഞ്ഞ ഗുണ്ട മാത്രമേ ഉള്ളൂ, ഈ ഓപ്പോസിറ്റ് ഗുണ്ടിയില്ല. അത് ഞാൻ വിളിച്ചു വിപരീത പദം. ഗുണ്ടയുടെ വിപരീതം എന്താടേ? വിപരീത ഗുണ്ടിയായിരിക്കും മേ ബി, ഗുണ്ടി എന്നുള്ള സംഭവം ആവോ മേ ബി. എനിവേ അത് വലിയ ചിരിക്ക് വഴിവെച്ചു. അവർക്ക് മലയാളം അറിയത്തില്ല എന്നുള്ള ലെവലിൽ പറഞ്ഞു. അവർ കളിക്കത്തില്ല, ഒന്നും ആക്റ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കളിയാക്കുന്ന രീതിയിലേക്ക് എത്തി. അവർ നല്ല അടപടൽ എല്ലാത്തിനും എടുത്തിട്ട് കൊടുക്കുന്നതും കണ്ടു. അടുത്ത ഗിസയിലെ അതിനടുത്ത് ചൂല് കൊണ്ട് അടിച്ചു വാറൽ പരിപാടി നടക്കുന്ന സമയത്ത് അനു ആ സമയത്ത് തവളച്ചാട്ടവും നമ്മുടെ പോക്രോ ചാട്ടം പല ചാട്ടമൊക്കെ ചാടുന്നുണ്ടായിരുന്നു. അവിടെ എല്ലാം ഈ ഗിസേലിൻ്റെ സൈഡാണ് അവിടെ എല്ലാം ഒരു മാസ് പോലെ, മാസെന്നല്ല അവിടെ ആ ഒരു കയറി നിന്നത്. കാരണം അനു പറഞ്ഞതിന് എല്ലാത്തിനും നിസാരമായിട്ടുള്ള മറുപടി കൊടുത്തിട്ട് ഗിസേൽ നമ്മുടെ അനുവിൻ്റെ വായടപ്പിച്ച് കളഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അനുവിനെ വായടപ്പിച്ചുകൊണ്ടല്ല, അവരത്രയും സംസാരിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഞാൻ അതാ പറഞ്ഞത്, ഈ ദിവസങ്ങളിലൊന്നും നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവർ നന്നായിട്ട് ഗെയിം അറിയാമെന്നുള്ളതാണ്. സംസാരിക്കേണ്ട സ്ഥലത്ത് സംസാരിക്കും, പിന്നെ കണ്ടറിയണം ഇനിയുള്ള കാര്യം. പിന്നെ പണിപ്പുര ടാസ്കിൻ്റെ അകത്ത് നമ്മുടെ ആദില നൂറ അതുപോലെ തന്നെ അക്ബർ ഖാൻ അവർ പോകുന്നുണ്ട്. അവർ പോയിട്ട് സമയം കഴിഞ്ഞതിന് ശേഷം വരുന്നു. അതിനുശേഷം ടൈം ഔട്ട് ആയതുകൊണ്ട് തന്നെ അത് തിരിച്ചു വെക്കേണ്ടി വരുന്നു സാഹചര്യം വരുന്നു. അങ്ങനെ 7ൻ്റെ പണി അവർ കിട്ടുന്നു. അതിനുശേഷം നമ്മുടെ നെവിൻ വളരെയധികം നമ്മുടെ ക്യൂട്ട്നെസ് ഒക്കെ
ഈ വാരി എറിയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ വേറൊരു വാക്കാ പറയാൻ വന്നത്. ഓക്കെ, വാരി എറിയുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നെ തുപ്പും, നിന്നെ കണ്ടാൽ അതുപോലെ എന്തിനാണ് എന്നൊക്കെ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ റിയൽ ആണോ എന്ന് കണ്ടു തന്നെ അറിയണം. ഭയങ്കരമായിട്ട് ക്യൂട്ട്നെസ് ഒക്കെ വാരി എറിയുന്നു, കട്ടലിൻ്റെ ഇടയിലൊക്കെ പോയിരിക്കുന്നു. ലൈവ് കണ്ടവർക്ക് അറിയാം എന്തിനാണ് പോയിരുന്നത് എന്നുള്ള കാര്യം. എനിക്കറിയത്തില്ല കേട്ടോ. നമുക്ക് അതിനകത്ത് എപ്പിസോഡിനകത്ത് ഇച്ചിരിയെ കാണിച്ചിട്ടുള്ളൂ പുള്ളിക്കാരൻ. എന്നിട്ട് ആ സമയത്താണ് നമ്മുടെ ആരാണ് പുള്ളിക്കാരത്തി, നമ്മുടെ ബിന്നി വരികയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ബിന്നി ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഉള്ള ഒരാളാണെന്ന് തന്നെ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ടാസ്കിൻ്റെ ടൈം കഴിഞ്ഞ് പിന്നെ നെവിൻ്റെ കാര്യം, പിന്നെ ഷാനവാസ് ഗിസേലിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് വീണ്ടും, നിൻ്റെ ഡ്രസ്സ് ഈ ഒരു സംഭവം ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല, ഇത് മലയാളി ഓഡിയൻസിൻ്റെ ഇടയിൽ, അങ്ങനെയാണെങ്കിൽ മലയാളി ഓഡിയൻസിൻ്റെ ഇടയിൽ ഈ ഒരു സംഭവം ആവും എന്നുള്ള കാര്യം പുള്ളിക്കാരത്തിയോട് നേരിട്ട് പറഞ്ഞാൽ മതി. പിന്നെ പോയിട്ട് എന്തിനാണ് നോമിനേറ്റ് ചെയ്തത്? അവിടെ നേരിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരെ. നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുലപുരുഷനായിട്ടുള്ള ഒരു മാമനായിട്ട് അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു കൊടുത്താൽ പോരെ. എന്തിനാ പോയിട്ട് അവരെ നോമിനേറ്റ് ചെയ്തത്? അവരോട് പറയുകയും ചെയ്തു, പിന്നെ പോയി നോമിനേറ്റ് ചെയ്യുന്നു. എന്തൊരു ഇരട്ടത്താപ്പാണ്. ഷാനവാസ് ഇവിടെ നിൽക്കുന്നൊരു കുറുക്കനാണ്. കാരണം ഇതൊരു ഗെയിമാണ്, ഈ സ്ട്രാറ്റജി. ഞാൻ ഷാനവാസ് എന്നുള്ള വ്യക്തിയല്ല പറയുന്നത്. ആ ഗെയിമിൻ്റെ അകത്ത് ഷാനവാസ് എന്നുള്ള സംഭവം ഒരു കുറുക്കൻ തന്നെയാണ്. എല്ലായിടത്തിനും പണിയും കൊടുക്കും, പണി കൊടുത്ത് മുന്നോട്ടും പോകും. അതിന് യാതൊരു സംശയമില്ല. ഏത് കുറുക്കൻ വേയിലും ഷാനവാസ് കളിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഷാനവാസ് ആ തരത്തിൽ കളിക്കാൻ തന്നെ വന്നേക്കുന്നത്. എല്ലാവരും അടിച്ചടിച്ച് പോവുക എന്നുള്ള ലക്ഷ്യമാണ് പുള്ളിക്കുള്ളത്. പുള്ളി ആരോട് പ്രത്യേകിച്ചിട്ടുള്ള ഒരു മമതയൊന്നും വയ്ക്കത്തില്ല. അതിനകത്ത് എനിക്ക് തോന്നുന്നു, നമ്മൾ പറയില്ലേ കണ്ണി ചോരയില്ലാത്തവൻ, ആ കണ്ണി ചോരയില്ലാത്ത കളിയൊക്കെ ഷാനവാസിൽ നിന്ന് പ്രതീക്ഷിക്കും കേട്ടോ, ഞാൻ ഉറപ്പിച്ച് പറയാം. പിന്നെ നവീനും രേണുവും കൂടെ, നവീൻ ആ സമയത്ത് ഞാൻ എഴുതി വെച്ചിട്ട് ക്യൂട്ട് മൊമെൻ്റ്, നവീനും രേണു സുധിയും കൂടെ ഇരിപ്പുണ്ട്. രേണു സുധിയും നവീനും കൂടെ ആ കണ്ണാടിയുടെ മുമ്പിൽ. ഇപ്പം നവീൻ ഈ മറ്റേ യൂണിഫോം പോലെ സാധനം ഇട്ടിട്ട് ഇങ്ങനെ മുഖത്ത് പൗഡറൊക്കെ ഇട്ടിട്ട് പറയുന്നു, എനിക്ക് നൊസ്റ്റാൾജിക്ക് ഓർമ്മ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ പുള്ളിക്കാരൻ്റെ മുഖത്ത് ഒരേ സമയത്ത് ഏത് സിനിമയാണത്, ആ സിനിമയ്ക്കകത്ത് മറ്റേ ശാന്തി മാസ്റ്ററാണോ മറ്റേ ഇതായിട്ട് വന്ന ഒരു സൈക്കോ ഒരു മോഡ് പോലെ, ഈ പുള്ളിയുടെ മോന്ത പെട്ടെന്ന് ഇങ്ങനെ മാറുന്ന സമയത്ത് ഒരു സൈക്കോ വരുന്നത് പോലത്തെ ഒരു ഫീല് മുഖത്തുള്ളതാണ്, എക്സ്പ്രഷനാണ്. അതിന് റിയലിസ്റ്റിക് ആയിട്ടുള്ളതാണോ എന്നറിയത്തില്ല. എന്തായാലും ആളൊരു ജിൽ സെറ്റപ്പാണ്. ജിൽ മീൻസ് എന്താണ്? ഒരു വൈബ്. അടുത്ത ചായയുടെ അടി. എനിക്കെന്തോ ഹിന്ദി വാക്ക് പറഞ്ഞ് ഭയങ്കര ചൂടുള്ള ചായ വേണം. എന്നാൽ അനുമോൾ പറഞ്ഞ് എൻ്റെ ചായ അങ്ങനെ അങ്ങോട്ട് ഒരു ആവശ്യമില്ലാത്ത അടിയാണ്. എല്ലായിടത്തും അടി ഉണ്ടാക്കണമെന്ന് മറ്റേ രാവിലെ 10:30 അടി, 12:30 അടുത്ത അടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ എനിക്കറിയാം, ട്രെയിൻ ചെയ്ത് വിട്ടതുപോലെയാണ് ഇവർ അടി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിനും ഏറ്റി പിടിക്കാൻ വേണ്ടിയിട്ടൊരു അഭിലാഷ് അവിടെ ഇവിടെ കൂടെ പറഞ്ഞു, നിങ്ങളുടെ അടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്ഥലമല്ല ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തന്നെ മനസ്സിലാവുന്നത് ഇത് എന്തിനാണ് ഈ എല്ലായിടത്തും കേട്ടോ അങ്ങനെ ഉണ്ടാക്കാനുള്ള സ്ഥലമല്ല ഇത്. എന്താ പറയാ. അടുത്തത് ചായ അടി എന്താ ചെയ്തിട്ട്, ചായ അടി അനു ഗിസേൽ അഭിഷേക്. അതിനുശേഷം പുകഞ്ഞ കൊള്ളി പുറത്തെന്നുള്ളൊരു പരിപാടി. അതിനകത്ത് 4 പേരെ സെലക്ട് ചെയ്തിട്ട് അവിടെ പുറത്ത് കിടത്തി ഉറക്കുന്ന പരിപാടി, അതായത് പുറത്താക്കുന്ന പരിപാടി, ഉറങ്ങാതിരിക്കണം എന്നുള്ള രീതിയിലുള്ള സംഭവം. അതിനകത്ത് 4 പേരെ വെച്ച് ഓരോരുത്തരും 4 പേര് വെച്ച് സെലക്ട് ചെയ്യുന്ന അവസാനം 4 പേര് നമ്മുടെ ബിൻസി, ശൈത്യ, ഗിസേൽ, ഷാനവാസ്. ഓക്കെ, അവർ ഷാനവാസൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഇതിൻ്റെ ലാസ്റ്റ് ലെവലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ രേണു നമ്മുടെ നെവിനെ മുഖം എടുത്തിട്ട് ഉരയ്ക്കുമെന്ന് എന്നുള്ള സംഭവം പറഞ്ഞപ്പോഴേക്കും, നീ എടുത്ത് മുഖം ഉരയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രേണു പുള്ളിക്കാരൻ ലെവനെ കണ്ടം വഴി ഓടിക്കുന്നൊരു കാര്യമാണ് കണ്ടത്. എന്തായിരുന്നാലും ഞാൻ ഇപ്പം ഒരുപാട് പുറത്ത് നെഗറ്റീവായിട്ട് അകത്ത് പോയിട്ടുള്ള രേണുവിന് ഈ ദിവസങ്ങളിൽ തന്നെ സത്യം പറഞ്ഞാൽ ആവശ്യത്തിനുള്ള സപ്പോർട്ടായി കഴിഞ്ഞു. അത് ഈ ഗ്രൂപ്പുകളുടെ അകത്താണെങ്കിലും സോഷ്യൽ മീഡിയ മറ്റ് പേജസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ടോപ്പ് 3യുടെ അകത്ത് രേണു ഉണ്ട്. അത് ഇങ്ങനെ തന്നെ തുടർന്ന് പോട്ടെ, വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ആരുടെയും ഈ PR എടുത്തൊന്നും അതൊക്കെ പറയുന്നവർ പറഞ്ഞു, ഇനിയിപ്പം പറയണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് നിങ്ങൾ ഇവരെ വെറുക്കുന്ന ആൾക്കാർ പോലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ വെറുപ്പ് മാറ്റി വെച്ച് നിങ്ങളവരെ സപ്പോർട്ട് ചെയ്യും. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ആ സ്ത്രീ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ജീവിക്കാനുള്ള ചില പരിപാടികളൊക്കെ മാത്രമാണ്. അതിൻ്റെ ഇടയിൽ കുറേ അധികം മിസ്റ്റേക്കുകളും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മളെപ്പോലെയൊക്കെ തന്നെയാണ്. അതൊക്കെ നമ്മൾ മാറ്റി നിർത്തി ആ ഗെയിമിനെ ഗെയിമായിട്ട് കാണുക. പുറത്തുള്ള കാര്യങ്ങളും വിഷയങ്ങളൊക്കെ പുറത്ത് വന്നിട്ട് വീണ്ടും വേണമെങ്കിൽ ഏറെ കയറ്റിക്കോ. പക്ഷേ അകത്ത് കളിക്കുന്ന ഗെയിം ആ കളിയായിട്ട് തന്നെ എടുക്കണം എന്നുള്ളത് മാത്രമാണ് റിക്വസ്റ്റ്. ഇനി ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു 4-5 കഥാപാത്രങ്ങളെ പറയാം. ഏറ്റവും നല്ല രീതിയിൽ പോയി അനീഷ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അനുമോൾ കരച്ചിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. പിന്നെ ആര്യൻ്റെ പ്രസൻസ് ഒന്നും എങ്ങും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ കലാഭവൻ സരിക ഉണ്ടില്ല. അതുപോലെ അക്ബർ ഖാൻ നല്ല രീതിയിൽ തന്നെ മുന്നേറി വരുന്നുണ്ട്. RJ ബിൻസി ഓക്കെയാണ്, കുഴപ്പമില്ല. ഒണീൽ സാബു ഉണ്ട്, അടുക്കള പരിപാടികളായിട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആളുടെ ചില പൊളിറ്റിക്സ് നല്ല രീതിയിലുണ്ട്. അതുപോലെ ബിന്നി
ഇച്ചിരി ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അഭിശ്രീ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. റണ ഫാത്തിമ ഔട്ട്സ്റ്റാൻഡിങ്. ഇത് നന്നായിട്ട് മുന്നോട്ട് പോകാൻ കുട്ടി, ഒരു സംശയം വേണ്ട. അതിനകത്ത് ടോപ്പ് 5-നകത്തൊക്കെ എത്തുമെന്ന് തോന്നുന്നു. എത്താൻ ഡിസർവിങ്ങുമാണ്. ബാക്കി കളി കൊണ്ട് തന്നെ മനസ്സിലാക്കണം. മുൻഷി രഞ്ജിത്ത് കുഴുത്തിരുമ്പായിട്ടാണെങ്കിലും പുള്ളിക്കാരൻ ആക്റ്റീവാണ്. കാരണം ഞാൻ ഈ കുഴുത്തിരുമ്പെന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ഗെയിമാണ്, അവരത് ചെയ്യണം. ചെയ്താൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഗിസേൽ അടിപൊളിയാണ്, കുഴപ്പമില്ല. ശാരികയ്ക്കും നമ്മുടെ ആങ്കർ ശാരികയ്ക്കും നിലപാടൊക്കെ ഉള്ള ഒരാളാണ്, എനിക്കതൊന്ന് മനസ്സിലായി. അത്യാവശ്യം ചോദ്യം ചെയ്യുന്നൊരു, ഞാൻ ആദ്യം വിചാരിച്ച് വെറും ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഇല്ല, പുള്ളിക്കാരത്തി സംസാരിക്കേണ്ടതായിട്ട് സംസാരിക്കും, ഒരു സംശയമൊന്നും വേണ്ട. ഷാനവാസ് ഔട്ട്സ്റ്റാൻഡിങ് ഗെയിമറാണ്, അത് കളി അറിഞ്ഞ് കളിക്കുന്ന ഒരാൾ തന്നെയാണ്. നെവിൻ ജോർജ് നമുക്ക് ഇനി മനസ്സിലാക്കാനിരിക്കുന്നു. പിന്നെ ആദില നൂറ, രണ്ടുപേരും ഇപ്പോഴും ടഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോകണം. കോംപ്ലിക്കേറ്റഡ് ആണ്, കൺഫ്യൂസ്ഡ് ആണ്. അതിൻ്റെ ആ ഒരു ഗെയിം സ്ട്രാറ്റജിയിലേക്ക് വരണം. അതുപോലെ തന്നെ നമ്മുടെ ശൈത്യ സന്തോഷ്, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയില്ല, ഒന്നും കിട്ടുന്നില്ല. രേണുസുതി നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, ഇന്നത്തെ ദിവസവും അടിപൊളിയായിട്ട് പോകുന്നു. പിന്നെ അപ്പാനി ശരത്ത് കുഴപ്പമില്ല, ഉറപ്പിച്ച് തന്നെ ആണെങ്കിലും പുള്ളി നന്നായിട്ട് കളിക്കുന്നുണ്ട്. കുറേ അധികം ആൾക്കാർ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട്, ഇനിയും മൂടുപടം ഇട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓവറോൾ ഇന്നത്തെ എപ്പിസോഡും വലിയ കുഴപ്പമില്ലായിരുന്നു. എപ്പിസോഡ് ലൈവ് കണ്ടവർ പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ടോപ്പ് 5-ലേക്ക് വരും എന്ന് തോന്നുന്ന, ഞാൻ ഉദ്ദേശിച്ചത് ഈ 3 ദിവസം നിങ്ങൾ കണ്ടിട്ടുള്ള, അഥവാ 2 ദിവസത്തെ എപ്പിസോഡ് കടന്നു പോയപ്പോൾ ഈ ഡേ 2 കഴിയുമ്പോഴേക്കും ഇതിനകത്ത് ഒരു ടോപ്പ് 5 നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും ആ 5 പേർ? താഴെ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. അല്ലെങ്കിൽ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്ത ആൾക്കാർ ആരാണ് എന്ന് താഴെ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുക ഗൈസ്. ബൈ.